ആദ്യം ചോദിക്കുക എന്താ? സുഖം തന്നെയല്ലേ? പോണു കാര്യങ്ങൾ. ആ സുഖത്തിന്റെ പേര് ഓർഡിനറി സുഖം. ചിലര് പറയും അറിഞ്ഞില്ലേ കാര്യങ്ങളെന്ന്, ഒരു ആശ്ചര്യത്തോടുകൂടി പറയുമ്പോൾ ഹയർ ലെവലുള്ള സുഖം. അതുപോലെ ചിലർക്ക് സാധാരണ ദുഃഖം, പോണു പ്രയാസമാണ്, അപ്പൊ സാധാരണ ദുഃഖം. ചിലർക്കാണെങ്കിലോ കണ്ണെന്ന് വെള്ളമൊക്കെ വന്നു, ആ ദുഃഖത്തിന് എന്താ പറയാ? തീവ്ര ദുഃഖം. അപ്പൊ സാധാരണ സുഖം, സാധാരണ ദുഃഖം, വലിയ സുഖം, വലിയ ദുഃഖം. ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ അനുഭവങ്ങൾ നോക്കൂ നിങ്ങൾ. അങ്ങനെ ഓരോ അനുഭവങ്ങളിലും തന്നെയാണ് നമുക്ക് അനുഭവം ഉള്ളത്, അല്ലെ? സാധാരണ സുഖം, വലിയ സുഖം, ചെറിയ സുഖം, വലിയ സുഖം, ഇങ്ങനെ പോകണു ജീവിതം. മനസ്സ് ഇങ്ങനെയൊക്കെയാണ്. അത് അനാവശ്യമായ കാര്യങ്ങളിൽ ഭയപ്പെടും. കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊന്നും ആവശ്യമില്ലാത്തതായിരുന്നു. പക്ഷെ അത് മനസ്സിലാവുമ്പോഴേക്കും കുറെ സമയമെടുക്കും. അനാവശ്യമായി അത് വെറുതെ വേണ്ടാത്തത് ചിന്തിക്കും, എന്നിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അത് നിസ്സാരമായൊരു കാര്യമായിരിക്കാം. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ദുഃഖിക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി ദുഃഖിക്കുന്നു. അവർക്കൊന്നും നമ്മളെക്കുറിച്ച് യാതൊരു ദുഃഖവും ഇല്ല. ഇത് ഓരോ വീടുകളിൽ നോക്കൂ, മക്കളെ കുറിച്ച് ചിന്തിക്കുന്നു അച്ഛനമ്മമാര്. ആ മക്കളോട് ചോദിച്ചു നോക്കുക, അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്ന്. വെറുതെ ഇരുന്ന് കേങ്കേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. ആർക്ക് വേണം അവരുടെ ദുഃഖങ്ങളൊക്കെ കളയാൻ പറയും. ഇങ്ങനെ നിങ്ങൾ ആർക്ക് വേണ്ടി ദുഃഖിക്കുന്നോ അവര് നിങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കുന്നില്ല. അപ്പൊ മനസ്സെന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഇതിലൂടെ അങ്ങനെ കടന്നു പോകുമ്പം എന്താണത് നമുക്ക്, എങ്ങനെയാണത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് പറയണോ? ആലിംഗമായ രതിനന്തരാത്മാ, നിങ്ങൾ അതിനെ പോയി ആലിംഗനം ചെയ്യുന്നു എന്നാണ് ഭരതൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആ മനസ്സ് തളർത്തുന്നവരെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ആലിംഗനം ചെയ്യാൻ ഒരു അനുഭവത്തെയും പിടികൂടി പിടിച്ചു വെക്കാൻ ആരെ സമ്മതിക്കരുത്? മനസ്സിനെ സമ്മതിക്കരുത്. ചിന്മയാനന്ദ സ്വാമികൾ പറയുന്ന ഒരു രസകരമായൊരു ഉദാഹരണമുണ്ട്. അത് വളരെ രസകരമാണ്. അതായത് ഒരിക്കലും ഒരാള് ഭാര്യയായിട്ട് തെറ്റിയിട്ട് ഉത്തരകാശിയിൽ പോയി തപസ് ചെയ്ത ഇയാള്. അപ്പൊ ആ സമയത്ത് നവംബർ ഡിസംബർ മാസത്തിലാണ് ഇയാൾ എത്തിച്ചേർന്നത്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഇയാളെല്ലാന്ന് വെച്ചാൽ വേണ്ടത്ര ഡ്രസ്സും ഇല്ല. അപ്പൊ ഇയാള് ഗംഗയുടെ തീരത്തിരുന്ന് ഗംഗാദേവി, വൈകുന്നേരം ഗംഗാരതി ഉണ്ട്, ആ ഗംഗയെ നോക്കിക്കൊണ്ട് ഇയാള് പ്രാർത്ഥിക്കും അത്രേ, അമ്മേ കരുണാമയേ ദേവി, ദേവി എത്രയെല്ലാം കാരുണ്യം ചെയ്യുന്നുണ്ട്, എത്ര ആളുകളോട് കൃഷിക്ക് വെള്ളം കൊടുക്കണോ, അതിന് വെള്ളം കൊടുക്കണോ, കുടിക്കാനുള്ള വെള്ളം കൊടുക്കണോ, എത്ര മഹാത്മാക്കൾ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട്. എന്താവോ നിങ്ങളുടെ ആവശ്യം? അമ്മേ എനിക്കൊരേ ഒരു ആഗ്രഹമുള്ളൂ. എന്താവോ? അമ്മേ എനിക്ക് വേണ്ടത്, എനിക്ക് ശരീരത്തിൽ പുതയ്ക്കാനൊരു കമ്പിളിയില്ല, അതുകൊണ്ട് അമ്മ ഒരു കമ്പിളി എനിക്ക് സംഘടിപ്പിച്ചു തരണമെന്ന്. അദ്ദേഹം ഗംഗയിലേക്ക് നോക്കി, ഒരു കമ്പിളിയില്ല, തിരിച്ചു പോന്നു. അപ്പൊ ഒരു സ്വാമി പറഞ്ഞു, ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ, അമ്മ ഒരു വഴി ഉണ്ടാക്കി തരുന്നു. ഒരു ദിവസം ഇയാൾ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയാൾക്ക് തോന്നി കണ്ണു തുറന്നു നോക്കാൻ. കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് കമ്പിളി ഒഴുകി വരുന്നതാണത്രേ. കണ്ടതും പിന്നെ കാത്തിരുന്നില്ല, അമ്മ അയച്ചതല്ലേ സാധനം, പാർസൽ അപ്പം തന്നെ ചാടി പിടിക്കാൻ വിചാരിച്ചിട്ട് ചെന്ന് പിടിച്ചു എന്നാണ് പറയുന്നത്. പിടിച്ചപ്പോഴാ മനസ്സിലായത് ആ കമ്പിളി ഇയാളെ കയറിയൊരു പിടുത്തം. കമ്പിളി ഇങ്ങോട്ട് പിടിക്കേ. പിടിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് അതിന്റെ ശരീരം മാത്രമേ കമ്പിളി പോലുള്ളൂ, പിന്നെ അത് കമ്പിളി ആയിരുന്നില്ല. ഈ ഹിമാലയത്തില് ഹിമകരടികൾ ഉണ്ടാവുകയെ, അത് തെന്നി വീണിട്ട് ഒഴുകി വരികയാണ് അത്രേ. അപ്പൊ അതും പ്രാർത്ഥിച്ചിട്ടാ വരുന്നത് ഗംഗയോട്, എന്ത്, ഏതെങ്കിലും ഒരു പിടുത്തം എനിക്കും തരണേ അമ്മയെന്ന്. അപ്പൊ ഇയാൾക്ക് കമ്പിളിയും വേണം, കരടിക്ക് പിടുത്തവും വേണം. അങ്ങനെ ഇയാള് കമ്പിളി പിടിച്ചപ്പോ, ഇയാളെയും പിടിച്ചപ്പോ ഇയാൾക്ക് കമ്പിളി അല്ലാതെ മനസ്സിലായത് ഇയാള് പിടുത്തം വിട്ടു, പക്ഷെ കമ്പിളി പിടുത്തം വിട്ടില്ല പറയാ. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മള് പിടുത്തം വിടാൻ ശ്രമിച്ചാലും ആ സ്വഭാവങ്ങളൊന്നും പിന്നെ നമ്മളെ പിടുത്തം വിടില്ല. അതുകൊണ്ടാണ് വയസ്സായാലും സ്വഭാവങ്ങൾ മാറാത്തത് നമുക്ക് പലർക്കും. അതെന്നെ സ്വഭാവം നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അതുപോലും നമ്മൾ ഫൂളിഷ് പലരും അറിയുന്നില്ല പറയാണ്. അതങ്ങനെ നമ്മൾ ആ സ്വഭാവത്തെ കുറെ കാലം കൊണ്ടു നടന്ന് നമ്മൾ വിടാൻ ശ്രമിക്കുമ്പോൾ, പണ്ടൊരു ആള് പറഞ്ഞതുപോലെ സിഗരറ്റ് വലി നിർത്താൻ എന്താ പ്രയാസം, 30 പ്രാവശ്യം ഞാൻ നിർത്തി നോക്കിയതാണെന്ന്. 30 പ്രാവശ്യം നിർത്തിയിട്ടും അയാൾക്ക് സിഗരറ്റ് വലി നിർത്താൻ പറ്റിയില്ല. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. അതങ്ങനെയൊന്നും നമ്മളെ
ഉയരാൻ അങ്ങോട്ട് പെട്ടെന്നൊന്നും സഹായിക്കില്ല. അതുകൊണ്ട് രാജൻ പോയി ഓരോന്നിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ അങ്ങയുടെ മനസ്സ് സംസൃതി ചക്രകൂട എവിടെ എത്തുന്നു? ചക്രകൂടത്തിൽ. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറി നമുക്ക് തന്നെ മനസ്സിലാവണു ഇതല്ല, ഈ സ്വഭാവം മാറേണ്ടതാണ്, ഇതല്ല സ്വഭാവം വേണ്ടത് എന്ന്. അപ്രകാരം രാജൻ അപ്പൊ ഇതൊന്ന് മാറാൻ പറ്റില്ലേ? മാറാൻ പറ്റും. അതിനെന്ത് വേണം? താവാനയം വ്യവഹാര സദാവീ ക്ഷേത്രജ്ഞ സാക്ഷ്യോപവതി സ്ഥൂല സൂക്ഷ്മ താവൻ മനോലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ. താവാനയം എത്രയും കാലം വ്യവഹാരം, ഈ വ്യവഹാരം അങ്ങക്ക് സത്യമെന്ന് തോന്നുന്നു അത്ര കാലം ഈ ക്ഷേത്രത്തിൽ, ഈ ശരീരത്തിൽ ക്ഷേത്രജ്ഞനായിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന, സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിന് സൂക്ഷ്മമായിരിക്കുന്ന അപ്രകാരമുള്ള ഭഗവാനെ അങ്ങ് ഒരിക്കലും കാണുകയില്ല രാജൻ. താവന്മനോ ലിംഗമതോ വദന്തി. അങ്ങക്ക് അങ്ങയുടെ മനസ്സ് ദുഃഖങ്ങളും വിഷമങ്ങളും തന്ന് ഒരു ഗുണത്തിൽ നിന്ന് മറ്റൊരു ഗുണത്തിലേക്ക് പോയി ആ മനസ്സൊരിക്കലും അങ്ങേ ഉയരാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷേമായ നൈർഗുണ്യമതോ മനസ്യൽ യഥാ പ്രദീപോ കൃതമർത്തിമസ്നൻ ശിഖാസതൂമാ ഭജതീഹന്യദാസം. അങ്ങക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം ഏതുപോലെയാണെന്ന്. അതായത് ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ, തിരി കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ എണ്ണ ഒഴിക്കണം. ഈ എണ്ണ പോലെയാണ് മനസ്സ്. മനസ്സിന് അങ്ങനെയാണ്, എണ്ണയാണ് മനസ്സ്. അപ്പോ എണ്ണ എത്ര സമയമുണ്ടോ അത്രയും കാലം ആ തീ കത്തിക്കൊണ്ടിരിക്കും. എണ്ണ തീർന്നുപോയാലോ തീ കെട്ടുപോകും. ഇതുപോലെ മനസ്സ് ചിന്തിക്കും തോറും പ്രശ്നങ്ങളുണ്ട്. അത് ചിന്തകൾ നിന്നുപോയാലോ പ്രശ്നങ്ങളും നിന്നു. ഇതാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിന്തിക്കാതിരിക്കലാണോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? അല്ല രാജൻ, ചിന്തിക്കാതിരിക്കലല്ല. ചിന്തിക്കാതിരിക്കാൻ മനസ്സിനൊരിക്കലും സമ്മതമല്ല. അപ്പൊ എന്ത് വേണം? ഒരു ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാൻ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും മനസ്സിന് മാറി നിൽക്കാൻ സാധിക്കും. അത് ഏതിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോകേണ്ടത്? അതിന് 13-ാമത്തെ ശ്ലോകത്തിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മന്യവതീയമാന. ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം? ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജ പരേശ. ആരിലേക്ക് തിരിക്കണം? ഈ ശരീരത്തെ ക്ഷേത്രമെന്നും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ക്ഷേത്രജ്ഞനെന്നും. അപ്പൊ സ്ഥൂലതയിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് അങ്ങനെ നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ ആത്മാവായ, പുരുഷനായ, പുരാണനായ, സ്വയം ജ്യോതിയായ, ചൈതന്യമായ, ജനനമരണമില്ലാത്ത പരമം ഈശ്വരനായ അതിനെ തന്നെ നാരായണോ ഭഗവാൻ വാസുദേവ, അത് തന്നെയാണ് ആര്? നാരായണനും വാസുദേവനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ വേണമെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ സാധിക്കും. അപ്പൊ ഇതൊരു നെയ്ത്തുകാരന്റെ തറി പോലെയാണ്. നെയ്ത്തുകാരന്റെ തറിക്കുള്ള പ്രത്യേകത അത് ഒരു വശത്തേക്കും നീങ്ങും, മറുവശത്തേക്കും നീങ്ങും. ഇതുപോലെ നമ്മുടെ മനസ്സിനെ പ്രശ്നങ്ങളിലേക്കും പോകേണ്ടതുണ്ട്, അതിൽ നിന്ന് ഈശ്വരനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെ ആർക്ക് മനസ്സിനെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നുവോ അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല. അപ്പൊ ആരുടെ മനസ്സാണോ ഒരിടത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് അവർക്കാണ് പ്രശ്നങ്ങളുള്ളത്. ആരുടെ മനസ്സിനാണോ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് അവർക്കാണ് പ്രശ്നങ്ങളില്ലാത്തത്. അതുകൊണ്ട് നോക്കൂ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയും ചെയ്യാതെ വീട്ടിലെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലല്ലോ നിങ്ങൾക്ക് 100 പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. നിങ്ങൾക്ക് മാത്രമൊന്നല്ല ലോകത്തിൽ പ്രശ്നം, ഈ ലോകത്തിലുള്ള മൊത്തം ആളുകൾക്ക് പ്രശ്നം. നിങ്ങൾ ഒബാമയോട് ചോദിച്ചു നോക്കൂ, അല്ലെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾക്ക്, അയാൾക്ക് പ്രശ്നമില്ലേ? നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കൂ, അയാൾക്ക് പ്രശ്നമില്ലേ? ഏതൊരാളോട് ചോദിച്ചാലും പ്രശ്നം തന്നെയാണ്. പ്രശ്നമില്ലാത്തവരൊരാളും ഇല്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രശ്നമാവില്ല അവരുടെ പ്രശ്നം. എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങൾ.
അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് പ്രശ്നം എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. മനസ്സിനെ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കുക. ഒന്നിൽ നിന്ന് എൻഗേജ്ഡ് ആക്കുക. അതിനാണ് നമുക്ക് ഭാരതത്തിൽ നോക്കുക എന്തിനാ ഒരു കുറവുള്ളത്. രാവിലെ എടുത്ത് നാരായണീയം വായിക്കൂ, ഗീത വായിക്കൂ, ഹരിനാമകീർത്തനം വായിക്കൂ, ഭാഗവതം വായിക്കൂ, എത്ര ഗ്രന്ഥങ്ങളുണ്ട് ഇല്ലേ? മനസ്സിന് വേണമെങ്കിൽ എൻഗേജ്ഡ് ആക്കാൻ 100 കാര്യങ്ങളുണ്ട്. അതിന് പകരം നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇനിയിപ്പോ എന്താവോ ചെയ്യുക, ഇനിയിപ്പോ ആരാവോ വരിക, ഇനിയിപ്പോ ആരാവോ പോവുക, ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ ചിത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ. അവരാണ് വൈകുന്നേരം ആയാൽ ഇങ്ങനെ പാടുക. എങ്ങനെ പാടുക? നരകത്തിൽ നിന്നും. അവർക്ക് നരകമാണ് ജീവിതം. ചില അമ്മമാരുണ്ട്, അതങ്ങനെ എനിക്ക് അറിയില്ല എന്തുകൊണ്ട് അവരങ്ങനെ പാടണു എന്നുള്ളത്. അതാ സമയമുണ്ടല്ലോ, ഭർത്താവ് കേറി വരുമ്പോ തന്നെ അയാളുടെ മുഖത്ത് നോക്കി നരകത്തിൽ നിന്നും കരകയറ്റി. ഇവരുടെ ജീവിതം മുഴുവൻ നരകമാക്കിയത് അവരാണെന്നുള്ള വിചാരത്തിലാണ്. അത് ഉറപ്പിക്കുകയാണെന്ന് തോന്നുന്നു ചിലപ്പോ. ഇതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരാളും അല്ല നരകമാക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നരകമാക്കുന്നത് മനസ്സ് തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ഇനി അടുത്ത പ്രതിവിധി എന്ന് പറയുന്നത് അതിനെ ആരിലേക്ക് നയിക്കണം? ഭഗവാനിൽ. ഫുൾ ടൈം അത് ഭഗവാനിൽ നിൽക്കൊന്നുമില്ല. അപ്പോഴേക്കും ആരെങ്കിലും വരുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് പോകും. വീണ്ടും അതിനെന്ത് ചെയ്യണം? ഈ പട്ടിയെ പോലെ ജീവിക്കണം എന്ന് പറയും. പട്ടിക്കുള്ളൊരു ഗുണമുണ്ട്. ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരൊന്ന് എണീക്കും, എന്നിട്ട് 2 റൗണ്ടൊക്കെ അടിക്കും, കൂട്ടിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയായാലും. പിന്നെ അവർ വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കേണ്ട പാർട്ടിയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ കിടക്കും. വീണ്ടും എന്തെങ്കിലും ശബ്ദം കേട്ടാൽ എന്താ അത് കാര്യം? എന്താ നമുക്ക് ഇടപെടേണ്ട കാര്യമാണോ? കുറച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാവും ഇത് വീട്ടിലുള്ള ആൾക്കാർ ആ പട്ടികൾ നോക്കിക്കൊള്ളുന്നു, ഈ പട്ടിയുടെ ആവശ്യത്തിനില്ല, ഓക്കെ അവൻ അവിടെ കിടന്നു. ഇങ്ങനെ അവൻ എണീക്കും. അവന്റെ കേസല്ലെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കും. വീണ്ടും അവന്റെ ആവശ്യമാണെങ്കിൽ 2 കൊരയൊക്കെ കുറച്ചിട്ട് അവൻ വീണ്ടും വിചാരിക്കും പോട്ടെ. അങ്ങനെ അവന്റെ അടുത്ത് കിട്ടുന്ന കേസുകളൊക്കെ അടുത്ത അവന്റെ ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവൻ അവിടെ കൂളായിട്ട് കിടക്കും. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ എല്ലാറ്റിലും വ്യാപരിപ്പിക്കാനും സാധിക്കണം, അതിൽ നിന്ന് ഏർപ്പെടുത്താനും സാധിക്കണം. ക്ഷേത്രജ്ഞനായിരിക്കുന്ന നാരായണോ ഭഗവാൻ വാസുദേവ. ഇതല്ലാതെ മാർഗങ്ങളില്ല അവരെയാണ്. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല വ്യക്തമായിട്ട്. നാരായണനായും വാസുദേവനായും ആരെയാ വെച്ചിരിക്കുന്നത്? നിങ്ങളിൽ നിന്ന് അന്യമായൊരു ഈശ്വരനെയാണോ? ആണോ? അപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. അതെന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്? നിങ്ങൾക്ക് നല്ല ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നതിന് കാരണം നിങ്ങൾ കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ മറന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിലേക്കും അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഭഗവാനിലേക്കും തിരിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ മറന്നു ഭഗവാനെ സ്മരിച്ചു. അതോടുകൂടി ശ്രദ്ധ തിരിഞ്ഞതോടുകൂടി പ്രശ്നവും പോയി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴോ നിങ്ങൾ നേരെ വിപരീതം ചെയ്തു. എന്ത്? അവിടെ കണ്ടത് മറന്നു, ഇവിടെ നേരത്തെ കൊണ്ടുപോയത് വീണ്ടും പിടിച്ചു. എന്ത് ചെയ്യാനാണ്? എന്നിട്ട് പിന്നെ അവിടുന്ന് വരുന്ന സമയത്ത് തൊഴുതു 4 അങ്ങോട്ടൊരു സുഖമില്ല. എന്നാ കുറച്ചു നേരം ഗുരുവായൂരിൽ തന്നെ നിങ്ങളെ പിടിച്ചിരുത്തിന്ന് വിചാരിക്കുക. അവിടെ ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് ഇരുത്തിന്ന് വിചാരിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെക്കുറിച്ച് ചിന്തിക്കുന്നറിയോ? പിന്നെ ഗുരുവായൂരപ്പ ഒരുപാട് വിഷമങ്ങൾ, അത് പിന്നെ ഗുരുവായൂരപ്പൻ വരെ പോയിക്കോളൂന്ന്. അതാണ് അധിക നേരം അവിടെ ആരും നിർത്താൻ സമ്മതിക്കാത്തത്. നിർത്തിക്കഴിഞ്ഞോ അവർ ആ ഗുരുവായൂരപ്പിനെ വിട്ടിരിക്കും. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, കാരണം മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ഒന്ന് സുലഭമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സത് വില വെക്കില്ല. ഇപ്രകാരം മനസ്സ് തന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ക്രമേണ അഭ്യസിപ്പിക്കണം, അല്ലാതെ അത് വരില്ല. അങ്ങനെ കുട്ടിക്കാലത്തെ അഭ്യസിപ്പിച്ചു കഴിഞ്ഞാൽ വയസ്സാകുമ്പോഴേക്ക് എളുപ്പം സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം രാജൻ? യഥാനിലസ്ഥാവര ജംഗമാനാം ആത്മസ്വരൂപേണ നിവിഷ്ടൈചൽ ഏവം പരോ ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞ ആത്മേതമനുപ്രവേഷ്ടാം യഥാനില. എപ്രകാരമാണോ കാറ്റ് സ്ഥാവരജംഗമാനം ആത്മസ്വരൂപേണ നിവിഷ്ട. നിങ്ങൾക്ക് മനസ്സിലാവും. വീണ്ടും എളുപ്പമായ ഒരു ഉദാഹരണം പറയാണ്. കാറ്റ് അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, റൂമിലേക്ക് പ്രവേശിക്കുന്നു, ഇതുപോലെ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നു. അതെല്ലാറ്റിന്റെ ഉള്ളിലും നിൽക്കുന്നു, എല്ലാറ്റിനും പുറത്തുമുണ്ട്. ഒരു നിമിഷം നമുക്ക് ഓക്സിജൻ ഇല്ലാത്തൊരു നിമിഷം ചിന്തിക്കാൻ പറ്റുമോ?
നമ്മൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അവിടെ എന്തുണ്ടാവണം? ഓക്സിജൻ ഉണ്ടാവണം. ഇതുപോലെ ആ ഓക്സിജൻ ആകുന്ന ശക്തിയിൽ, കാറ്റിന്റെ ശക്തിയിൽ എല്ലാം നിലനിൽക്കുന്നത് പോലെ ഏവം ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞാത്മേതമനുപ്രവിഷ്ട. നമ്മളിലൊക്കെ ആര് നിറഞ്ഞിരിക്കുന്നുണ്ട്? ഭഗവാൻ വാസുദേവൻ. അപ്പൊ ഭഗവാൻ വാസുദേവനായിരിക്കുന്ന ശക്തി അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ മൂന്നായി കണ്ടുകൊള്ളണം. ശ്രദ്ധിക്കണേ, ഇനി പറയുന്നത് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് 3 തലത്തിൽ നമ്മൾ കണ്ടുകൊള്ളണം. ഒന്നാമത്തത് ഈ ശരീരമാകുന്ന വ്യക്തിത്വം. അതാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ കൂടുതൽ ശ്രദ്ധ വെച്ച് കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ശരീരത്തിനാണ്. രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരവുമായി ഒട്ടുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന മനസ്സാകുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇരിക്കുന്നത് മനസ്സിലാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞോണം. മൂന്നാമത്തതെന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും ഒട്ടാനും വേർപ്പെടാനും സഹായിക്കുന്ന, ഇതൊക്കെ ഈ ശരീരത്തിൽ സംഭവിക്കണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം. ആ ചൈതന്യമില്ലെങ്കിൽ മനസ്സിന് ശരീരത്തോടൊട്ടാനോ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനോ സാധ്യമല്ല. അപ്പൊ മൂന്നാമത്തതെന്ന് പറയുന്നത് ആദ്യത്തേക്കാൾ കൂടുതൽ സൂക്ഷ്മമായിരിക്കും, സ്ഥൂലമായിരിക്കും? സൂക്ഷ്മമാണ്. അപ്പൊ സൂക്ഷ്മമായ, അതിസൂക്ഷ്മമായ ജനനമരണമില്ലാത്ത ഒരു ചൈതന്യ ശക്തിയിലാണ് അതിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമായ മനസ്സിരിക്കുന്നത്, അതിനേക്കാൾ സ്ഥൂലമായ ശരീരമിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ഥൂലതയിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരുന്ന വിദ്യയുടെ പേരാണ് ആത്മീയ വിദ്യ എന്ന്. മനസ്സപ്പോ സൂക്ഷ്മതയിലേക്ക് വരുംതോറും, രൂപങ്ങളെ വിട്ടുവരുംതോറും അപ്പം മരണത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തമായി തീർന്നു പറയാണ്. ഇത് നമ്മൾ സ്വയം ട്രെയിനിങ് ചെയ്തെടുക്കുക തന്നെ വേണം. ഇതിൽ വേറൊരാൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ എന്തെല്ലാം തരത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയാലും തൽക്കാലത്തേക്കൊരു പരിഹാരം കിട്ടുന്നല്ലാതെ ശാശ്വത പരിഹാരം കിട്ടണമെങ്കിൽ ആര് തന്നെ പ്രവർത്തിക്കണം? ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ പൂജ ചെയ്താൽ നിങ്ങളുടെ ദുഃഖം മാറുന്നു? ഉണ്ടോ? ഇല്ലയോ? ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ വിഗ്രഹത്തിൽ തന്നെ കണ്ട് ഈശ്വരനെ കണ്ടാൽ നിങ്ങളുടെ പ്രശ്നം തീരുന്ന എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടേക്ക് തിരിയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് തിരിയാൻ പറയുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മളിലേക്ക് തിരിയുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരബോധത്തിൽ നിന്നും അല്ലെങ്കിൽ സ്ഥൂലതലത്തിൽ നിന്നും സൂക്ഷ്മതലത്തിലേക്ക് തിരിയുക. അപ്പൊ മനസ്സിനൊരു കഴിവുണ്ട്, അതിന് സ്ഥൂലതയിലേക്ക് വ്യാപരിക്കാനും സാധിക്കും, അതിന് സൂക്ഷ്മതയിലേക്ക് ലയിക്കാനും സാധിക്കും. പറയുന്ന വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കണേ. സ്ഥൂലതയിലേക്ക് ലയിക്കാൻ സാധ്യമല്ല, വ്യാപരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരു അനുഭവവും പെർഫെക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ പറ്റാത്തത്. കുറച്ചു നേരം മനസ്സ് ഒട്ടി നിന്ന് കഴിഞ്ഞാൽ ഉടനെ മനസ്സിന് മടുത്തു വന്നു, പിന്നെ മനസ്സതിൽ നിന്ന് വിട്ടു. അതുകൊണ്ട് ഒരു അനുഭവത്തോടും പരിപൂർണമായി ലയിക്കാൻ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തോടും പരിപൂർണമായി യോജിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയോട് 100% ലയിക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ സ്വഭാവത്തോട്? അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്കും ഒരു വ്യക്തിയുടെ സ്വഭാവത്തോടും പരിപൂർണമായി ലയിക്കാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് കൂടിച്ചേർന്ന് നിൽക്കാം, പിന്നെ അതിൽ നിന്ന് വിടാം. മനസ്സിന് ലയിക്കാൻ സാധിക്കുന്നത് ഒരിടത്ത് മാത്രമാണ്. അത് എവിടെ നിന്ന് വന്നുവോ അവിടെ അത് ലയിക്കുള്ളൂ. എപ്രകാരമാണോ വെള്ളം പലയിടത്തും കെട്ടി നിന്നു എന്ന് വരും, പക്ഷെ അത് ഒഴുകി അത് ലയിക്കുന്നത് കടലിലേക്ക് മാത്രമാണ്. കാരണം അത് പുറപ്പെട്ടിരിക്കുന്നത് കടലിൽ നിന്നാണ്, അത് തിരിച്ചെത്തേണ്ടതും കടലിലാണ്. ഇതുപോലെ നമ്മുടെ മനസ്സ് അത് പുറപ്പെട്ടിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അത് എവിടെയൊക്കെ കെട്ടി നിന്നാലും അവിടെയൊക്കെ കുറച്ചു നേരം കെട്ടി നിൽക്കുന്നല്ലാതെ അത് തിരിച്ചൊഴുകി വരേണ്ടത് ഭഗവാനിലേക്കാണ്. ഇപ്രകാരം മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ വേദാത്മതത്വം ബ്രഹ്മദീപതാവൽ, അങ്ങനെ ആരാണോ ഭഗവാനിലേക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നത്, ക്ഷേത്രജ്ഞ ആത്മേതമനുപ്രവിഷ്ടം, ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ജീവിതം അവർക്ക് ധന്യമാക്കാം. അതുകൊണ്ട് നയാവതേതം ധനവന്നരേന്ദ്രാം വിദൂയമായം വൈനോധയേനാം വിമുക്ത സങ്കോചിതഷൽ സപത്നോ വേദാത്മതത്വം ബ്രഹ്മദീവതാവൽ. എത്ര കാലം അങ്ങയുടെ മനസ്സ് വൈനോധ, ഈ മനസ്സ് അവിവേകം കൊണ്ട് പലയിടത്തും വിഷയാസക്തി
അശാന്തമായി ഓടി നടക്കുന്നു, അത്ര കാലം അങ്ങയുടെ മനസ്സ് അങ്ങയെ ഭഗവാനിലേക്ക് തിരിയാൻ അനുവദിക്കില്ല എന്ന് പറയണം. അപ്പൊ നമ്മൾ ഒരു വശത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ മനസ്സ് ആരിലേക്ക് വരില്ല? ഭഗവാനിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, നിങ്ങളൊരു ഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കുമെന്ന്. എന്താ ഡിസിപ്ലിൻ ലൈഫ് എന്ന് പറഞ്ഞാൽ? ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ചായ കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അത് കാണരുത്, ഇത് കാണാൻ, അങ്ങനെയല്ല ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടോ അതിലൊക്കെ വ്യാപരിക്കൂ. ഒരു മിലിറ്ററിക്കാരന് ധർമാധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, കൊല്ലുന്നത് അധർമ്മ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ആണോ? അല്ല. ഒരുപക്ഷെ ഒരു രോഗിക്ക് മദ്യം കഴിച്ചാൽ രോഗം മാറുന്നുണ്ടെങ്കിൽ അയാളോട് കുട്ടിക്കാലത്തെ പറഞ്ഞു കൊടുക്കണം മദ്യം കഴിക്കുന്നത് അധർമ്മമാണ് എന്ന്. ആ രോഗിക്ക് മദ്യം കഴിക്കുന്നത് ഒരുപക്ഷെ രോഗത്തിന് വിമുക്തിയാണെങ്കിൽ ആ രോഗി മദ്യം കഴിക്കുക തന്നെ വേണോ? ശരിയതല്ലേ? അപ്പൊ നമ്മുടെ പൂർവികന്മാർക്ക് പറയാനുള്ളത് ഇത് ധർമ്മം, ഇത് അധർമ്മം എന്നുള്ളതല്ല. നമ്മുടെ പൂർവികന്മാർക്ക് പറയാനുള്ളത് എല്ലാറ്റിലൂടെയും കടന്നു പോകുമ്പോഴും ഒന്നിലും പിടിച്ചു നിൽക്കാൻ ആരെ സമ്മതിക്കരുത്? മനസ്സിനെ സമ്മതിക്കുക. ഇതൊന്നും നിങ്ങളുടെ മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കാൻ സമ്മതിക്കരുത്. മനസ്സിനെ വീണ്ടും ആരിലേക്ക് കൊണ്ടുവരണം? ഭഗവാൻ. ഈ ടെക്നിക്ക് അത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ദിവസവും കുറച്ചുനേരം ഭഗവത് സ്മരണയിലൂടെ ജീവിതം ആരംഭിക്കണം. അപ്പൊ ഒരു നേരം കുറച്ചുനേരം ഇരുന്ന് കുറച്ച് പ്രാണായാമം ചെയ്യാനും കുറച്ചുനേരം നാമസങ്കീർത്തനം ചെയ്യാനും ഭഗവാന്റെ കേശാദിപാദം കാണാനും ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ട് സൂര്യദേവനെ കാണാനും അപ്രകാരം ഏതെങ്കിലും വിധത്തിലൊക്കെ മനസ്സിന്റെ ശ്രദ്ധ പലതിലേക്കും കൊണ്ടുവന്ന് അവസാനം ഇതിന്റെ എല്ലാം പിന്നിൽ ഇതൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ സാന്നിധ്യമാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് അല്പനേരം മനസ്സിനെ പിടിച്ചു നിർത്തി അങ്ങനെ ജീവിതം നമ്മൾ ക്രമേണ കൊണ്ടു നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഏത് പ്രശ്നത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇതല്ലേ യഥാർത്ഥമായ ജീവിതം? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിച്ചാൽ ഒരു പ്രശ്നത്തിനും നിങ്ങളെ തളർത്താൻ സാധ്യമല്ല. അപ്പൊ ശ്രദ്ധിക്കൂ, ഇത് ഞാൻ ആവർത്തിക്കുകയാണ്. മനസ്സ് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ മനസ്സ് ഒട്ടി നിൽക്കുന്നതാണ്. അതിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തണം. അതുകൊണ്ട് രാജൻ നയാവതേതന്മന ആത്മലിംഗം സംസാരതാഭാവനം ജനസ്യ യശോകമോഹാമയ രാഘലോഭ വൈരാനുബന്ധം മമതം വിദത്തേ. ആത്മസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനിലേക്ക് മനസ്സ് സൂക്ഷ്മമാവാത്തോടത്തോളം കാലം സംസാരതാപം എന്നും അങ്ങേക്ക് ജീവിതത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരാതികളും ഓരോന്ന് പറഞ്ഞു നടക്കാം. സമയം പോവാൻ വേണ്ടിയിട്ട് ഈ ഗോസിപ്പ് പറയാന്ന് പറയില്ലേ, ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേ പ്രശ്നം എന്ന് പറഞ്ഞു നടക്കാം. അങ്ങേക്ക് ഇതിൽ നിന്നും മുക്തനാവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഭ്രാതവ്യമേനം തദ്ബ്രവീര്യം ഉപേക്ഷയസ്യേദിതമപ്രമത്ത ഗുരോ ഹരേ ചരണോ ഉപാസനാസ്ത്രോ ജഹിവ്യളീകം സ്വയമാത്മമോചം. ഇപ്രകാരം അങ്ങയുടെ മനസ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, അഭ്രവീരം ബലമില്ലാത്ത മനസ്സ്, ദുർബലമായ മനസ്സ്, അങ്ങനെയുള്ള മനസ്സിനെ അങ്ങ് ഗുരോഹരേ ചരണം ആരിലേക്ക് നയിക്കണം? ഗുരുവായി ആരെ എടുക്കണം? ഭഗവാനെ. അപ്പൊ നോക്കൂ, നമ്മുടെ അന്തരാത്മാവിനെ നമ്മൾ ആരായി തന്നെ കാണണം? ഗുരുവായി കാണണം. ഭാരതീയ സംസ്കാരം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്തെ ദൈവത്തിനെ ഉണ്ടല്ലോ അമ്പലങ്ങളിൽ പോയി കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടിയിരുന്നത്. നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സഹായിക്കുന്ന ഒരു ഗുരുവായി നമ്മൾ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ആ ഗുരു നമ്മളെ ഉയർത്തുന്നത് വേറെ എവിടേക്കും അല്ല. ഗുരു ഉയർത്തുന്നത് നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനിലേക്കാണ് എന്നുള്ളൊരു ബോധം കുട്ടിക്കാലത്തൊക്കെ വന്നിരുന്നുവെങ്കിൽ മനസ്സ് എത്രയോ മുമ്പ് ഉയരുമായിരുന്നു. അപ്പൊ ഇനിയെങ്കിലും കാത്തിരിക്കേണ്ട, നമ്മൾ വൈകിട്ടില്ല. ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും പ്രായമില്ലാത്തതാണ്. പ്രായമുണ്ട് എന്ന് ഒരിക്കലും അതിന് തോന്നരുത്. നമുക്കങ്ങനെ ചിന്തയെ വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോ രഘുഗണ രാജാവ് ഇത് കേട്ടു. രഘുഗണ രാജാവ് അടുത്ത അധ്യായത്തിൽ പറയണം, മഹാത്മാവേ, എന്തൊക്കെയോ അങ്ങ് പറയുന്നത് എനിക്ക് ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പരമഗുരുവായിരിക്കുന്ന അങ്ങയുടെ ഉള്ളിലുള്ള അറിവ് നമോ നമഃകാരണ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോ അവധൂത ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം. അങ്ങയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഗംഭീരമായി മനസ്സിലാവുന്നുണ്ട്.
എന്തോ നിഗൂഢമായ തത്വങ്ങൾ അറിയുന്ന ഒരു മഹാത്മാവാണ്. അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഞാൻ നമസ്കരിക്കണോ. പക്ഷേ മഹാത്മാവെ, എനിക്കൊരു ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ജയാമയാർത്തസ്യേതാംഗതം സ നിഗാദഗ്ധസ്യേതാഹിമാംഭ കുദേഹമാനാഹി വിദഷ്ടദൃഷ്ടേ ബ്രഹ്മൻ വദസ്തേ അമൃതമൗഷധം മേ. അങ്ങ് പറഞ്ഞു, രോഗിക്ക് മരുന്നെന്ന പോലെ പറയുന്ന അങ്ങയുടെ വാക്കുകൾ, ചൂടിന് തണുപ്പെന്ന പോലുള്ള അങ്ങയുടെ വാക്കുകൾ എന്റെ മനസ്സിൽ ഔഷധം തരുന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയ ചില ചോദ്യങ്ങൾ ഇപ്പോഴും വിട്ടിട്ടില്ല. അങ്ങ് പറഞ്ഞു, ഈ മനസ്സ് ശരീരത്തോട് ഒട്ടി നിൽക്കാനും സാധിക്കും, അന്ന് വേർപ്പെടാനും സാധിക്കും. പക്ഷെ അങ്ങ് പറയുന്നത് പോലെ എത്ര എളുപ്പമാണോ അത്? യഥാഹ യോഗീശ്വര ദൃശ്യമാനം ക്രിയാഫലം സൽവ്യവഹാരമൂലം നഹ്യഞ്ജസ തത്വവിമർശനായ ഭവാനമുഷ്മിൻ ഭ്രമതേ മനോമേ. എന്റെ മനസ്സിപ്പോഴും ഭ്രമിക്കുന്നു എന്ന് പറയാം. അതായത് അങ്ങ് പറയുമ്പോഴൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതൊന്നും അങ്ങോട്ട് ഉള്ളിലങ്ങോട്ട് ഉറയ്ക്കണില്ല. അതാണ് ഈ ആത്മീയതയുടെ ഒരു വലിയൊരു വിഷമം. ഭാഗവതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ വേഗം മനസ്സിലാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ മനസ്സെന്നാ പറഞ്ഞത്, അങ്ങനെ സാധനം ഉണ്ടില്ലേ എന്ന്. അത് ഒട്ടിപ്പിടിക്കും എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എവിടെ ഒട്ടും? ഒരു പിടുത്തല്ലേ പറയണതൊക്കെ. കാരണം നമ്മളത് പരിശീലിച്ചിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് അറിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് വേഗം പിടികിട്ടും. ഇതുപോലെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മളത് അമ്പലത്തിൽ പോകുന്നുണ്ട്, പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉറപ്പിക്കുന്നില്ല. ആ സാധനത്തെ ഋഷീശ്വരന്മാർ അനുഭവിച്ചുറപ്പിച്ചത് ഒരു വിഗ്രഹത്തിലും ഫോട്ടോയിലും അല്ല. അവരനുഭവിച്ചുറപ്പിച്ചിരിക്കുന്നത് അവരുടെ ശരീരത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നല്ലവണ്ണം നമ്മൾ കേട്ട് പഠിക്കുക തന്നെ വേണം. കേട്ട് ഉറപ്പിക്കുക തന്നെ വേണം. മറ്റേ നമ്മൾ കണ്ടുറപ്പിച്ചതാണ്. ഏത് ക്ഷേത്രത്തിലാണ്, പൂജാമുറിയിലാണ്, അമ്പലം എന്നുള്ള ഭഗവാൻ എന്നുള്ള കണ്ടുറപ്പിച്ചതാണ്. ഇനി നമ്മൾ കേട്ടുറപ്പിക്കണം. അതുകൊണ്ടായിരിക്കാം ശാസ്ത്രങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ഏതിന് കൊടുത്തിരിക്കുന്നത്? ശ്രവണത്തിന് കൊടുത്തിരിക്കുന്നത്. കേട്ടുറപ്പിക്കൂ. അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നു. ഇനി കേട്ടാലും മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേഗം മറക്കും. വീണ്ടും അതെന്ത് ചെയ്യണം? കേട്ട് വീണ്ടും ഉറപ്പിക്കണം. മറവി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുവന്ന സാധനമാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ചും എത്ര ഉണ്ടെന്ന് അവർക്കേ അറിയുള്ളൂ. ചിലരുണ്ടല്ലോ പുസ്തകം വെച്ചു കഴിഞ്ഞാൽ അപ്പം മറന്നത് എവിടെ വെച്ചതെന്ന്. ഇതാണ് സത്യം. അതുകൊണ്ട് പറയുന്നു, രാജൻ അങ്ങ് നല്ലവണ്ണം കേൾക്കൂ ഇനിന്ന്. രാജാവിൻ ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധ വയ്ക്കണേ. 12-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അയം ജനോ നാമ ചലൻ പൃഥിവ്യാം പാർത്ഥിവ കസ്യ ഹേതു തസ്യാപി ചംഗ്രോരതി ഗുൽഫജംഗ ജാനോരമദ്യോര ശിരോദരം സാം. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം പാർത്ഥിവ. രാജൻ അങ്ങ് മനസ്സിലാക്കൂ, അങ്ങയുടെ ഈ ശരീരം എന്ന് പറയുന്നത് പൃഥിവ്യാം ചലനം ഉള്ള പൃഥിവിയിലെ പാർത്ഥിവ മണ്ണിന്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണിന്റെ മണ്ണിൽ നിന്നുണ്ടായ സാധനങ്ങളെ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ശരീരം എന്ന് മാത്രമല്ല, ജാനു തസ്യാഭിജംഗ്രോരതി ഗുൽഫ ജംഗ ജാനൂരമദ്യോര് ശിരോദരംസ. അങ്ങയുടെ മുട്ടുകാല്, കാലുകള്, അങ്ങയുടെ കണങ്കാലുകള്, മുട്ട്, തോള് എല്ലാം അംസേതി ധാർവീ ശിബികാചയസ്യം സൗവീരരാജേത്യപദേശ ആസ്തേ യസ്മിൻ ഭവൻ രൂഢനിജാഭിമാനോ രാജാസ്മി സിന്ധൂഷിരി ദുർമദന്ത. അങ്ങിരിക്കുന്ന പല്ലക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നുണ്ടായ സാധനം കൊണ്ടാണ്. മരം ഉണ്ടായിരിക്കുന്നത് ആണോ അല്ലയോ? അത് നേരിട്ട് വലിച്ചെടുക്കണോ, നമ്മളത് കൃഷി ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി ആഹാരാദികളാക്കി നമ്മൾ എടുക്കണോ? നമ്മുടെ ശരീരം കത്തിയാലും ആ മരം കത്തിയാലും ചാരം തന്നെയാണ് അവശിഷ്ടമായി വരാൻ പോകുന്നത്. വ്യത്യാസമുണ്ടോ? അപ്പൊ ഈ അങ്ങേ ഇരിക്കുന്ന പല്ലക്കും അങ്ങയുടെ ശരീരവും ഒരേ സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും അങ്ങ് പറയുന്നു, സൗവീരപതി രാജ, ഞാൻ സിന്ധു സൗവീരത്തിലെ രാജാവാണെന്ന് ഗർവ് കാണിക്കണോ? അങ്ങയുടെ ഈ ഗർവുണ്ടല്ലോ, ഞാൻ ഒരു കേമനാണെന്നുള്ളൊരു തോന്നല്. രാജൻ മനസ്സിലാക്കൂ, ശോചിന്യമാസംസ്തം അതികഷ്ടദീനൻ വിഷ്ടാനൃഗണ്ണൻ നിരനുഗ്രഹോസി ജനസ്ത്യഗോപ്താസി വിഗത്തമാന നശോഭസേ വൃദ്ധസഭാസു ദൃഷ്ടി. ഇങ്ങനെ അങ്ങയെ ചുമക്കാൻ വേണ്ടിയിട്ട് പാവം ഈ ആളുകളെയും കഷ്ടദീനൻ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് അവർക്കും അങ്ങ് വേദന കൊടുത്തുകൊണ്ട് അങ്ങ് വലിയൊരു കേമനായിട്ട് അതിനകത്ത് ഇരുന്നു കൊണ്ട് എന്നെ ഇവര്
കൊണ്ടുപോകണു, ഞാനൊരു കേമനാണെന്നൊക്കെ വെച്ചിട്ട് ഇപ്രകാരമുള്ള അങ്ങയുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ന ശോഭസേ വൃദ്ധ സഭാസു, വിവേകികളുടെ സഭയിൽ ശോഭിക്കുകയില്ല. രാജാവിനെ അങ്ങോട്ട് ഇരുത്തിക്കളഞ്ഞു. അതായത് അങ്ങ് ഒരു വലിയ കേമനാണെന്ന് തോന്നുന്നത് വാസ്തവത്തിൽ രാജൻ അങ്ങയുടെ വെറും ഒരു വിഡ്ഢിത്തം മാത്രമാണ്, പൊട്ടത്തരം മാത്രമാണ്. അങ്ങ് ചുമക്കുന്ന അങ്ങയുടെ ശരീരവും അങ്ങയെ ചുമക്കുന്ന ഈ പല്ലക്ക്, മരത്തിന്റെ പല്ലക്കും ഇതെല്ലാം കത്തിക്കഴിഞ്ഞാൽ ഒരേ ചാരമായി തീരണു. പിന്നെ അങ്ങ് എവിടെയാണ് കേമത്വം കാണിക്കുന്നത്? അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാം, അങ്ങയുടെ മനസ്സുണ്ടല്ലോ ഈ ദേഹത്തിലാണ് കേമത്വം വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങ് വിഡ്ഢിയാണ് രാജൻ. ദേഹത്തിലല്ല കേമത്വം വെക്കേണ്ടത്. അങ്ങയുടെ മനസ്സിന് വല്ല കേമത്വവും പറയാൻ സാധിക്കണമെങ്കിൽ, വല്ല മഹത്വവും പറയാൻ സാധിക്കണമെങ്കിൽ, ഞാൻ രാജാവാണെന്ന് പറയാൻ പോലും സാധിക്കണമെങ്കിൽ ആര് വേണം? ഞാനൊരു പ്രഭാഷകനാണെന്നൊക്കെ കണ്ട് പറയണമെങ്കിൽ ഈ ശരീരത്തിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം വേണം. അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ അങ്ങയുടെ ശരീരത്തിന്റെയും കുലത്തിന്റെയും മഹിമ പറഞ്ഞുകൊണ്ട് കേമനാണെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധ തിരിക്കൂ. എങ്ങോട്ട് തിരിക്കണം? ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവൽ ശബ്ദസംജ്ഞം യൽവാസുദേവം കവയോ വദന്തി. യത് വാസുദേവം, ഇതിനെയാണ് വാസുദേവൻ എന്ന് കവയോ വദന്തി. കവി എന്ന് പറഞ്ഞാൽ വിവേകികളായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള, തത്വം മനസ്സിലാക്കിയിരിക്കുന്ന തത്വജ്ഞാനികളായിട്ടുള്ള ആളുകൾ വാസുദേവം വദന്തി. വാസുദേവൻ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ആരാണ് വാസുദേവൻ? ആരെയാണ് ഇവിടെ വാസുദേവൻ എന്ന് പറയുന്നത്? ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം. പരമാർത്ഥമായിട്ട്, പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് നിർത്തം. ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കൂടെ ഉള്ളത് അതാരാണോ അത് തന്നെയാണ് പരമാർത്ഥം. ബ്രഹ്മസത്യം, ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന ഒരു പരമമായ സത്യം. പ്രശാന്തം, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സെന്തെല്ലാം പ്രക്ഷുബ്ധത കൊണ്ടുവരുമ്പോഴും ശാന്തമായിട്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ശാന്തമായിട്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരമസത്യത്തിനെയാണ് വാസുദേവം കവയോ വദന്തി. അതിനെയാണ് വാസുദേവനെന്ന് വിളിക്കുന്നത്. അപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നല്ലവണ്ണം ഉറപ്പിക്കണം. നിങ്ങളിൽ നിന്ന് വിട്ട ഒരാളെയല്ല ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നത്, അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരമമായ ചൈതന്യത്തെയാണ്. ഗീതയിലെ 4-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറയും, വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാം ഭഗവോ ജ്ഞാനതപസാ ഭൂതാമദ്ഭാവമത്മനാം. പറയുന്നു, വീതരാഗഭയക്രോധ. ആരുടെ മനസ്സിലാണോ ഇത്തരത്തിലുള്ള ക്രോധം, ഭയം തുടങ്ങിയിട്ടുള്ള ദുർബല വികാരങ്ങളുള്ളത്, ആരാണോ സത്സംഗങ്ങളിലൂടെ മാമുപാശ്രിത, അവരുടെ ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരുന്നത്? ഭഗവാനിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ഈ വികാരങ്ങളിൽ നിന്നൊക്കെ മനസ്സ് ക്രമേണ ഉയർത്തിക്കൊണ്ട് ഭൂതാമദ്ഭാവ മാത്മന, അവരുടെ മനസ്സിനെ പരിശുദ്ധമാക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ പറയുന്നു, അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് ജ്ഞാനേനതു തദജ്ഞാനം, 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ പറയും, ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനാ തേഷാമാദിത്യവജ്ഞാനം പ്രകാശേതിഹ തൽപരം. ജ്ഞാനേനതു തദജ്ഞാനം, അജ്ഞാനത്തെ നശിപ്പിക്കാൻ എന്താ വേണ്ടത്? ജ്ഞാനം തന്നെയാണ്. അപ്പൊ നമുക്ക് അജ്ഞാനം എന്താണ്, ജ്ഞാനം എന്താണ്, ഇത് മനസ്സിലാവണം. നാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്കാണ് നമുക്ക് തിരിച്ചു പോവേണ്ടത്. ആ ഭഗവാന്റെ ഒരു കാരുണ്യവും അനുഗ്രഹവും ദയവുമാണ് ഈ നിമിഷം എനിക്കിവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ്. ഈ അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ എന്തുണ്ട്? ജ്ഞാനമുണ്ട്. ഈ അറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉറക്കാത്തിടത്തോളം കാലം നിങ്ങളൊക്കെ എന്ത് പറയണം? നമ്മളെ ഓരോരുത്തരെയും അജ്ഞാനികളാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭാഗവതം പഠിക്കാത്തവർ നല്ല അർത്ഥം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ രാമായണം വായിക്കാത്തവർ നല്ല അർത്ഥം.
ഗീത പഠിക്കാത്തവർ നല്ല അർത്ഥം. ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഉള്ളിലുണ്ടെന്ന, കൂടെയുണ്ടെന്ന ബോധം. ഇതാണ് നാരായണീയം പറയുന്ന സാന്ദ്രാനന്ദാവ ബോധം. ഈ ബോധം ഉറയ്ക്കണം നമുക്ക്. സച്ചിദാനന്ദരൂപായ, ആ സച്ചിദാനന്ദമായിരിക്കുന്ന ഭഗവാൻ തന്നെ കൂടെയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞുറപ്പിച്ച് മനസ്സിൽ സ്മരണ ദൃഢമാവണമെങ്കിൽ അതിനെന്ത് വേണം? രഘുഗണ രാജാവിനോട് പറയാണ്, അതിന് കുറെ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് സാധ്യല്ല രാജൻ. പിന്നെന്താ വേണ്ടത്? രഘുഗണ ഏതൽ തപസന്നയാദി ന ചേജ്ജയാ നിർവപണൽ ഗൃഹാദ്വാം ന ഛന്ദസാനൈവ ജലാഗ്നിസൂരി വിനാമഹൽപാദരജോഭിഷേകം. രഘുഗണ, രഘുഗണ രാജൻ, അങ്ങയുടെ മനസ്സിനെ സ്ഥൂല ശരീരബോധത്തിൽ നിന്നും സൂക്ഷ്മമാക്കി കൊണ്ടുവന്ന് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമായിരിക്കുന്ന ഭഗവാനിലേക്ക് ഉറപ്പിക്കണമെങ്കിൽ, കൂടെയുള്ളത് ഭഗവാനാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിന് കുറെ തപസന്നയാദി, കുറെ അന്ധമായ തപസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതിന് കുറെ ഇജ്ജയ ഹോമം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ് ഒഴിക്കുന്നതിനെ ഹോമം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിർവപണം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കർമ്മം ചെയ്തതുകൊണ്ടും കാര്യമില്ല. ഗൃഹാദ്വ, കുടുംബകാര്യങ്ങൾ ചെയ്തതുകൊണ്ടും കാര്യമില്ല. എന്ന ഛന്ദസ, ഒരിടത്തിരുന്ന് വേദമന്ത്രം ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല. ജല അഗ്നിസൂരി, കുറെ വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടോ കുറെ ഗായത്രി ജപിച്ചതുകൊണ്ടോ കാര്യമില്ല. എന്താ ഇവിടേക്ക് എങ്ങനെ കാര്യമില്ല എന്ന് പറയാൻ കാരണം? നമ്മൾ ഈ നാമം ജപിക്കുമ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും ശ്രദ്ധ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് വരാത്തോടത്തോളം കാലം ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരണം. പുറമേ നിൽക്കുന്നൊരു ഭഗവാനിലേക്കല്ല വരേണ്ടത് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധ വരണം എന്നുണ്ടെങ്കിൽ വിനാ മഹൽപാദരജോഭിഷേകം, അതിനെന്താ വേണ്ടത്? മഹൽപാദങ്ങളെ അഭിഷേകം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മഹാത്മാക്കളുടെ കാലിൽ പോയിട്ട് വെള്ളം ഒഴിക്കുക എന്നാണോ?